ചാക്കോച്ചൻ. മഹേഷ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന പല രീതിയിലുള്ള കഥകൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. രാജേഷ് പിള്ള എന്ന പേര് വെച്ച് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ വളരെ ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ എന്നുള്ള രീതിയിലാണ് മഹേഷ് ആദ്യം എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നത്. 20 ദിവസം കൊണ്ട് തീരും, പെട്ടെന്ന് തീർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1 മാസം കഴിഞ്ഞ് പുള്ളി കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളി പെട്ടെന്ന് മറന്നു എന്ന് തോന്നുന്നു. സംഭവം ഒരു 60 ദിവസമായി മാറി, പടം വലുതായി. പക്ഷെ ആ വലിപ്പം എന്ന് പറയുന്ന ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജേഷ് പിള്ള എന്ന സംവിധായകൻ സിനിമയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്, ആ സ്നേഹം മനസ്സിലാക്കിയ വ്യക്തികളിൽ ഒരാളാണ് മഹേഷ്. അപ്പം രാജേഷിന് ഇഷ്ടപ്പെടുന്നൊരു സിനിമ അത് തന്നെയാണ് ഈ സിനിമ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് രാജേഷിൻ്റെ കൂടെ വർക്ക് ചെയ്തവരും രാജേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാത്ത പക്ഷേ രാജേഷ് എന്ന സംവിധായകനെ ഇഷ്ടപ്പെടുന്ന പലരും, ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും ഈ സിനിമയിൽ സഹകരിക്കുവാനായിട്ട് തയ്യാറായത്. എടുത്തു പറയേണ്ടത് ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ എല്ലാവരും പേരെടുത്ത് പറയാൻ സാധിക്കില്ല, കാരണം സിനിമയിൽ അഭിനയിച്ചവരുണ്ട്, സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാവരോടും ഈ ഒരു നല്ല സിനിമ, രാജേഷിന് വേണ്ടിയുള്ള സിനിമ ഒരു വലിയ സിനിമ ആക്കി മാറ്റാനായിട്ട് ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഒരുപാട് ആവശ്യമായിരുന്നു. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിനെല്ലാം ഉപരി ഈ ഒരു സിനിമയുടെ നന്മ, അതിൻ്റെ ഒരു നല്ല വശം മനസ്സിലാക്കിയത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മുമ്പിൽ വന്ന് ആൻഡോ, ഷെബിൻ, ഇവരോടെല്ലാവരുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും അടുത്ത ആഴ്ച റസൽ ഖൈമയിലേക്ക് പോവുകയാണ്. അടുത്ത വർഷം ഏറ്റവും നല്ല സിനിമകൾ ഒന്നായിട്ട് രാജേഷ് പിള്ളയുടെ പേരിൽ ഈ സിനിമ വരുവാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ചാക്കോച്ചന് ഞാൻ വളരെ വലിയൊരു നന്ദി ഈ പൊതുവേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ചാക്കോച്ചനെ സമ്മതിക്കത്തില്ല. കാരണം ഈ ചിത്രം രാജേഷ് പിള്ള ഫിലിംസിന് വേണ്ടി ഞാനും ഷെബിനും കൂടെ ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഒരു 8-9 കോടി രൂപയാകുമായിരുന്നു. അങ്ങനെ ഒരു വലിയ ബഡ്ജറ്റിൽ ഈ സിനിമ, വലിയ ക്യാൻവാസിൽ ഈ സിനിമ പൂർത്തീകരിക്കുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചാക്കോച്ചൻ എന്താണ് ചാക്കോച്ചൻ്റെ ശമ്പളം തരണമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു, രാജേഷ് പിള്ള ഫിലിംസിന് വേണ്ടിയുള്ള സിനിമയ്ക്ക് 1 രൂപ പോലും എനിക്ക് ശമ്പളം വേണ്ടെന്ന് പറഞ്ഞാണ് ഈ സിനിമേൻ്റെ ചാക്കോച്ചൻ അഭിനയിക്കുന്നത്. ചാക്കോച്ചനെ ഞങ്ങൾ പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ചാക്കോച്ചൻ്റെ നന്മയെ ഞാൻ പറയാതിരുന്നാൽ ഞാൻ വലിയ തെറ്റുകാരനായി പോകും.